ഹലോ എല്ലാവർക്കും ശോഭ വ്ളോഗ് 65ലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കാലിഫ്ലവർ കൊണ്ട് ഗ്രേവി കറി, കുറച്ച് ഗ്രേവി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം. അതിന് ഞാൻ ആദ്യം വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിക്ക് കന്നഡയിൽ അരിശിനപ്പൊടി, വെള്ളത്തിന് നീരു, പിന്നെ 1 ടീസ്പൂൺ ഉപ്പിന് ഉപ്പും. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കാലിഫ്ലവർ ചെറിയ പീസായിട്ട്, അധികം ചെറിയ പീസല്ല, കുറച്ച് മീഡിയം സൈസായിട്ടാണ് ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ കഴുകി വെച്ചിരിക്കുന്ന കാലിഫ്ലവർ, തുളത് വിട്ടിരുവ കാലിഫ്ലവർ ഇതിലേക്ക് ഇടണം. ഇതിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് വെന്താൽ മതി. അധികം നേരം വേണ്ട, 5 നിമിഷം വെന്തരെ സാക്കും. ആദ്യം കഴുകി വെച്ചിരിക്കുന്ന കാലിഫ്ലവർ ഇതിലേക്ക് ഇട്ട് 5 മിനിറ്റ്സ് 5 നിമിഷം വെന്തരെ സാക്കൂ. ಇದನ್ನು വെള്ളത്തിൽ നിന്ന് വെളിയിലേക്ക് എടുക്കണം. ಇದನ್ನು ನೀರಿನಿಂದ ಹೊರಗೆ ತೆಗೆಯಬೇಕು. ನೀರು എന്ന് വെച്ചാൽ വെള്ളം ಹೊರಗೆ തന്നെ വെളിയിലേക്ക് എടുക്കണം, ತೆಗೆಯಬೇಕು. എന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെളുത്തുള്ളിക്ക് കന്നഡയിൽ വെള്ളുള്ളി, ഉള്ളിക്ക് ഈരുള്ളി, പച്ചമുളകിന് ഹസിമെಣസിനക്കായ്, കരിവേവ് എന്ന് വെച്ചാൽ കറിവേപ്പില. ആദ്യം ഞാൻ വെളുത്തുള്ളിക്ക് വെള്ളുള്ളി എണ്ണ ഒരു 3 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. വെളുത്തുള്ളി കുറച്ചൊന്ന് ഫ്രൈ ചെയ്യാൻ ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും. കറിവേപ്പിലയ്ക്ക് കന്നഡയിൽ കരിവേവും, പച്ചമുളകിന് ഹസിമെണസിനക്കായ്. അത് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഈരുള്ളി ചെറുതായിട്ട് അരിഞ്ഞ ഈരുള്ളിയും ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യണം. എന്നതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിക്ക് കന്നഡയിൽ അരിശിനപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, മെണസിനപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അര ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിക്ക് കന്നഡയിൽ കൊത്തമ്പരി പൊടി, ഇല്ലാന്ന് വെച്ചാൽ ധനിയാപ്പൊടി. അത് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യണം. എന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി, ടൊമാറ്റോ, ചെറിയ ടൊമാറ്റോ മീഡിയം സൈസ് മതി, അതൊന്ന് ആഡ് ചെയ്യണം. എന്നതിന് ശേഷം നിലന് കന്നഡയിൽ നന്തര നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്ന 5 മിനിറ്റ് വേവിച്ച് എടുത്ത് വെച്ചില്ല ആ കാലിഫ്ലവർ ഇതിലേക്ക് ഇട്ടിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിക്കണം. 1/2 കപ്പ് നീരു ಹಾಕಬೇಕು. അത് വെന്തതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് വെന്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവല്ലോ വേവ്. വെന്തതിന് ശേഷം ഇതിലേക്ക് കൊത്തമ്പരി സൊപ്പ് എന്ന് വെച്ചാൽ മല്ലിയില ഇടണം. താങ്ക് യു.